ഉത്തർപ്രദേശിലെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം. അന്തിമ തീരുമാനം ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വിട്ടു. 3 ദിവസത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഉറപ്പായ ശേഷമാകും മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ അമേഠി റായ്ബറേലി സീറ്റുകളിൽ ഇന്നലെ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ തീരുമാനമെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അമേഠിയിൽ രാഹുലും റായ്ബറേലിയിൽ പ്രിയങ്കയും മത്സരിക്കണമെന്ന പൊതുവികാരം പങ്കുവച്ച് തെരഞ്ഞെടുപ്പ് സമിതി യോഗം പിരിയുകയായിരുന്നു. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ ഇരുവരും മത്സരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. മറ്റുള്ളവർ പിന്താങ്ങി. തെരഞ്ഞെടുപ്പ് സമിതിയിൽ രാഹുൽ പങ്കെടുത്തിരുന്നില്ല. സോണിയാഗാന്ധിയാകട്ടെ അഭിപ്രായം പറഞ്ഞില്ല. രാഹുലിന്റെയും പ്രിയങ്കയുടെയും നിലപാടറിഞ്ഞ ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാകും തീരുമാനം കൈക്കൊള്ളുക. രാഹുൽ മത്സരിക്കുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ നാമനിർദ്ദേശ പത്രിക നൽകിയേക്കും. അമേഠിയിൽ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നേറിയ സ്മൃതി ഇറാനിക്ക് എങ്ങനെ തടയിടും? മത്സരിച്ചാൽ ദേശീയ തലത്തിൽ രാഹുലിന് പ്രചാരണത്തിനിറങ്ങാനാകുമോ? 2 മണ്ഡലങ്ങൾ ജയിച്ചാൽ രാഹുൽ ഏത് സീറ്റ് നിലനിർത്തും തുടങ്ങിയ ചോദ്യങ്ങൾ കോൺഗ്രസിന് വെല്ലുവിളിയായുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്കയുടെ വരവ് വർഷങ്ങളായി പാർട്ടിയുടെ ആഗ്രഹമാണ്. എന്നാൽ റായ്ബറേലിയുടെ കാര്യത്തിൽ പ്രിയങ്ക ഇതേവരെ മനസ്സു തുറന്നിട്ടില്ല. റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി കാത്തുനിൽക്കുകയാണ് BJP. പ്രിയങ്ക സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ബന്ധുവായ വരുൺ ഗാന്ധിയെ മത്സരരംഗത്തിറക്കാൻ BJP ആലോചിച്ചെങ്കിലും വരുൺ താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല. റിപ്പോർട്ടർ, ദില്ലി.